റൈറ്റൽ അവതരിപ്പിക്കുന്ന ഫ്ലൈവേഡ് ഓവർസീസ് എഡ്യൂക്കേഷൻ മിന്നും താരത്തിലെ അതിഥി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നിരവധി ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയകളിലൂടെ അസ്ട്രോളജിയിൽ ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഹിഡനായി കിടന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കൂടി നമ്മെ പഠിപ്പിച്ചു തന്ന നമ്മുടെ പ്രിയങ്കരനായ ഹരി പത്തനാപുരത്തെ വേദിയിലേക്ക് ഹാർദമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഹരിച്ചേട്ടനുമായിട്ട് രസകരമായൊരു കാര്യം പറയാനുണ്ട്. ഹരിച്ചേട്ടൻ ഒരു ചാനലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ നല്ലൊരു ഷർട്ട് കിടക്കുന്നു. അപ്പോൾ എനിക്ക് ഇടാൻ അടുത്ത എപ്പിസോഡിന് ഷർട്ടില്ല. ഞാൻ ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഷർട്ടൊന്നും ഇല്ലാതെ ഒരു മനുഷ്യൻ ഫ്ലോറിൽ കയറി വന്നിട്ട് ആ ഷർട്ടും കൂരി തന്നെ ഇത് എൻ്റെ ഷർട്ടാ എന്ന് പറഞ്ഞ് മേടിച്ചിട്ടുണ്ട് പോയൊരു കഥയുണ്ട്. അതെ, അത് പുള്ളിയുടെ സമയം ശരിയായിട്ടാണ്. അതെ 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 അതെ. എന്തായാലും സമയം എൻ്റെ ഷർട്ട് ഇട്ടവരുടെയൊക്കെ സമയം പിന്നെ നന്നായിട്ടുണ്ട്. അത് ശരി. ഓക്കെ, ഏതായാലും നമ്മളുടെ സംഘടന ഇത് ചിരി എഴുത്തുകാരുടെ, അത് അതെ, ചേട്ടൻ്റെ ഒരുപാട് പരിപാടികളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങളുടെ താരങ്ങൾ. അതായത് സിനിമയായാലും ടി വി ആയാലും സ്റ്റേജ് ആയാലും എല്ലാ മാധ്യമങ്ങളുടെയും ഒക്കെ ചിരി എഴുത്തുകാരുടെ ഒരു വലിയ സംഘടനയാണ് റൈറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റലിനെ കുറിച്ച്, റൈറ്റൽ എന്നൊരു സംഘടന അത് വളരെ നല്ലതാണ്. കാരണം പലപ്പോഴും നമ്മളുടെ ഫ്രെയിമിൽ കാണുന്നത് ആർട്ടിസ്റ്റുകളെയാണ്. ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് ഈ തമാശകൾ എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളെ കരയിപ്പിക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് പറ്റും. കാരണം രണ്ടടി കൊടുത്താൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന കൊടുത്താൽ മതി. പക്ഷേ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പെട്ടെന്ന് ആർക്കും ചിരിയൊന്നും വരില്ല. സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ കാലത്ത് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി പുറകിൽ നിന്നുകൊണ്ട് ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. കാരണം ഇന്ന് വെറുതെ വന്ന് സ്റ്റേജിന് മുമ്പിൽ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ ആളുകളിലേക്ക് അത് എത്തുകയില്ല. ചിരിയും വരില്ല, അവർ ചിരിക്കുകയില്ല. അപ്പോൾ ചിരിയും ചിന്തയും ഒരുപോലെ ഉയർത്തത്തക്ക തരത്തിൽ ചില കാര്യങ്ങൾ എഴുതി വെക്കുക, അത് നമ്മളുടെ മനസ്സിലേക്ക് പതിക്കുക. ആ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾ അത് എങ്ങനെ എടുക്കും എന്ന് പോലും അവർ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയണം ഒരു റൈറ്ററെ സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിൽ വലിയ മികവുറ്റ, നമുക്കറിയാം ടി വി ചാനലിലെ ഷോകളിലൊക്കെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അവരെ പലപ്പോഴും നമുക്കറിയില്ല. അത്തരം ആളുകളുടെ ഒരു സംഘടന റൈറ്റൽ ഉണ്ടായത് വളരെ നല്ലതാണ്. കാരണം അവർ ഏറ്റവും കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അവർ നമ്മുടെ മുൻനിരയിലേക്ക് എത്തിച്ചേരട്ടെ. അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായതിലുള്ള സന്തോഷം അറിയിക്കുന്നു, എല്ലാ പിന്തുണയും അറിയിക്കുന്നു. പിന്നെ അസ്ട്രോളജർ എന്ന നിലയിൽ ഈ റൈറ്റലിൻ്റെ ഭാവി ഒന്ന് കബഡി വെച്ചെന്ന് പറയാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞാൽ ഈ പല താരങ്ങളുടെയും ഭാവി നിർണ്ണയിക്കുന്നത് റൈറ്റേഴ്സാണ്. കാരണം അവരെഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ ഭാവി പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്കറിയാം ആ ഭാവി ധന്യമാകുമെന്നും നല്ല രീതിയിൽ പോകുമല്ലോ. അല്ല, ഞാൻ ഈ പ്രസാദേട്ടൻ്റെ ഭാവിയെ കുറിച്ച് എന്തെങ്കിലും പറയാൻ. പ്രസാദേട്ടനെ പോലെ ഒരു നല്ല മനുഷ്യൻ. ഇനി അദ്ദേഹം ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിൽ ഒന്നിച്ചുള്ളവരാണ്. ഞങ്ങൾ അവതാർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അത് ഞങ്ങളുണ്ട്, നമ്മളെല്ലാം ഉണ്ട്. അതെ, അദ്ദേഹം ശരിക്കും ഒരുപാട് പേരുടെ ഭാവിയെ ഫ്രെയിം ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവി പറയുക എന്ന് പറയുന്നത് തന്നെ ഒരു സാഹസമാണ്. എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വലിയ കലാകാരന്മാരാക്കിയും. വേണ്ട, മനോജ് ഗിന്നസിന്റെ ഭാവി പറ. പ്രസാദ് ചേട്ടനെ പറഞ്ഞ് പൂർത്തിയാക്കാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലേ? അങ്ങനെ എത്തിച്ചൊരു മനുഷ്യനാണ് മനോജ് ഗിന്നസ്. നല്ല ഭാവിയല്ലേ? ഗിന്നസ് എന്ന പേര് തന്നെ വന്നില്ലേ? ഇനി ഇതിൽ കൂടുതൽ അദ്ദേഹത്തിന് എന്ത് ഭാവിയാണുള്ളത് അല്ലേ? നല്ല ഭാവിയാ. എന്നാലും ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തന്നെ വേണേ ഫ്രീ ആയിട്ട്. അഖിലിന്റെ ഭാവി ഒന്ന് പറയാമോ? എന്നാ പിന്നെ ഇവിടെ ഒരു ഓഫീസ് കാണാൻ എടുത്തിട്ടിരിക്കാമല്ലോ. അതായിരുന്നു നല്ലത്. ഇങ്ങനെ കിട്ടിയപ്പോ എന്തെങ്കിലും രണ്ട് ഭാവി മുഖം നോക്കിയിട്ട് കറക്റ്റ് സമയത്ത് വീട്ടിൽ പോകണം, ഇല്ലെങ്കിൽ പ്രശ്നം നടക്കും. ഒന്നാമത്തെ ഭാവി ചുമ്മാ പോയേരെ. രണ്ടാമത്തെ ഭാവി ഇച്ചിരി ഇവർക്ക് നല്ല പെർഫോം ചെയ്യുന്നവർക്ക് നല്ല മാർക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ ഭാവി ഭൂതമാക്കും. അതെ, നിന്റെ ഭാവി ഭൂതമായി മാറും. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും ഇവിടെ ഇങ്ങനൊരു പരിപാടിക്ക് ക്ഷണിച്ചതിലുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നല്ല ആർട്ടിസ്റ്റുകൾ കൂടുതൽ വളർന്നു വരട്ടെ. അവർക്ക് ഇത്തരത്തിലുള്ള വേദികൾ ഒരുക്കുന്നതിൽ റൈറ്റലിന് ഒരുപാട് നന്ദിയും അറിയിക്കുന്നു. നമസ്കാരം. റൈറ്റൽ മിന്നും താരം അടുത്ത ടീം മത്സരിക്കാൻ എത്തുകയാണ്. KL42 മിമിക്സ്. വെൽക്കം. വലിയ പ്രേക്ഷകർക്ക് 24 ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ഒരു കൂട്ടം താരങ്ങൾ റൈറ്റൽ സംഘടന സംഘടിപ്പിക്കുന്ന അഖില കേരള മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കാനായി കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനസേവനത്തിനായി തിരഞ്ഞെടുത്ത അതേ ബസ്സിൽ തന്നെയാണ് ഇവരും യാത്രയ്ക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് എടുക്കാം.
റൈറ്റൽ സംഘടന സംഘടിപ്പിക്കുന്ന അഖില കേരള മത്സരത്തിൽ പങ്കെടുക്കാനായി കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട താരങ്ങൾക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒപ്പം പ്രാർത്ഥന ആശംസകൾ നേരുന്നതിനായി ബഹുമാനപ്പെട്ട വൈദികൻ കാപ്പിപ്പൊടിയച്ചനെ സ്വാഗതം ചെയ്യുകയാണ്. കൂടുമ്പോൾ ഇമ്പ വിളയെ കുടുംബം, കുടുംബം ഇമ്പ വിലയിൽ ഭൂകമ്പം എന്നാ പറയുക. മലയാള സിനിമയിലെ കാരണവരായ മധുസാർ നയിക്കുന്ന ഈ ടീമിന് ഈ യാത്രയും നിങ്ങളുടെ പെർഫോമൻസും ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്താ മധുസാറെ, സ്ട്രോങ് അല്ലേ? ഞാനും എൻ്റെ വില്ലേജും ഡബിൾ സ്ട്രോങ്ങാ. പിന്നെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ താങ്ങാകാനും വേണ്ടി വന്നാൽ തള്ളാനും എൻ്റെ വിജയൻ എൻ്റെ കൂടെയുണ്ട്. പണ്ട് ബ്രണ്ടൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകൾക്ക് നറുക്ക കൂടത്തിൻ്റെ നടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. അത്യാവശ്യം വരുമ്പോൾ മാത്രം തള്ളിയാൽ മതി, ഇപ്പോൾ വേണ്ട. അമ്മാതിരി ഡയലോഗൊന്നും ഇങ്ങോട്ട് വേണ്ട. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് CM വിജയനെ അല്ല. മലയാള സിനിമകൾ ഒരു കാലഘട്ടത്തിൽ തിയേറ്ററിൽ തകർന്നടിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വിജയക്കൊടി പാറിച്ചു വന്ന തമിഴ്നാടത്തിൻ്റെ ഇളയ തലപതി വിജയ് കേറി വാടാമോനെ. என் நெஞ்சில் குடியிருக்கும் நண்பார்ந்த ரசிகர்களே, பெரியோர்களே, தாய்மார்களே, ஒவ்வொரு வீட்டில் இருக்கிற குட்டி குட்டி நண்பர்களே, உங்களுக்கு எல்லாருக்கும் வணக்கம். எல்லாருக்குமே நம்மளை பிடிச்சி போயிட்டு வாங்க. லைஃப் போர் அடிச்சிடாது. கொஞ்சம் பேருக்காவது நம்மளை பிடிக்காமல் இருந்தால் தான் லைஃப் ஒரு மாதிரி ஜாலியாக இருக்கும், இன்ட்ரெஸ்டிங்காக இருக்கும், சுவாரஸ்யமாக இருக்கும். நான் சொன்னது உங்களுக்கு யூஸ்ஃபுல்லாக இருந்தால் எடுத்துடுங்க, இல்லை விட்டுடுங்க, ஒரு பிரச்சனை இல்லை. உங்களுக்கு எல்லாருக்கும் என் வாழ்த்துக்கள். நன்றி, வணக்கம். തമിഴ്നാട്ടിൽ നിന്നും മറ്റൊരു വിജയൻ, മക്കൾ സെൽവം വിജയ് സേതുപതി വാടാമോനെ. எல்லாருக்கும் வணக்கம். ஆக்சுவலாக ரொம்ப சந்தோஷமாக இருக்குது. மலையாளம் எனக்கு ரொம்ப பிடிக்கும். மம்முல் சார் மோலாசன் அவ்வளோ உயிர். அதனால் மலையாள ஃபிலிம் இண்டஸ்ட்ரிக்கு எனக்கு என்னோட எல்லா வித வாழ்த்துக்கள். நன்றி, வணக்கம், தேங்க்யூ. ലാലുച്ചായൻ എത്തിയിട മക്കളെ. അടിവാരത്ത് വന്നിറങ്ങിയപ്പോഴേ ഞാൻ അറിഞ്ഞു ഇരട്ടച്ചങ്കം തന്ന വണ്ടിയിലാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. എന്നാൽ പിന്നെ നമ്മൾ പോകുമല്ലേ മധു സാറേ? ആ ഭീമൻ്റെ ഒരു സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം. ഇരിക്കട്ടെ അവിടെ. അയ്യോ, ചതിക്കല്ലേ. എൻ്റെ CM തന്ന വണ്ടിയിൽ ഞാൻ ഇരിക്കത്തില്ല. ചതിക്കല്ലേ. മലയാള സിനിമയിലെ യുവതാരങ്ങളെല്ലാം തന്നെ വണ്ടിക്കകത്തുണ്ടല്ലോ. മോനെ ആസിഫ് അലി, നീ രാവിലെ തന്നെ ഇങ്ങ് എത്തി അല്ലേടാ? ഹലോ, നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മിമിക്രി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് കോട്ടയം നസീറൊക്കെ ജനാർദ്ദൻ ചേട്ടൻ്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നത് എന്ത് രസമാണെന്ന് അറിയാമോ? അല്ലേ ജനാർദ്ദൻ ചേട്ടാ? ആ കോട്ടയം നസീർ എന്ന് പറയുന്നവരുണ്ടല്ലോ, എന്നെ അനുകരിച്ച് കോട്ടയം മൊത്തം വാങ്ങിക്കൂട്ടി. അതുപോലെ ഗംഭീര പെർഫോമൻസ് ചെയ്ത് ആ റൈറ്റലിന്റെ കപ്പ് നമ്മൾ തന്നെ അടിക്കും അല്ലേടാ വിനയ് ഫോട്ടെ? സിമ്പിൾ. മിമിക്രി വളരെ സിമ്പിളാണ്, പവർഫുൾ. ജനങ്ങളുടെ ഇടയിൽ ഇത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഐറ്റം വേറെ ഇല്ല. നമ്മൾ ചെയ്യുന്ന സ്റ്റാർ കറക്റ്റ് ആണെങ്കിൽ വളരെ പെർഫെക്ഷനായി നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഷറഫുദ്ദീനെ തന്നോടാ ചോദിക്കുന്നേ, താൻ മിമിക്രിക്കാരനല്ലേടോ? ഏതാ വിനയ് ഫോർട്ടിൻ്റെ ഐറ്റം? എന്താ ഐറ്റം മിമിക്രി? ഈ ഐറ്റം ഇൻസ്റ്റാഗ്രാമിലുണ്ടോ, ഫേസ്ബുക്കിലുണ്ടോ, റേഷൻ കടയിൽ ലിസ്റ്റിലുണ്ടോ? തനിക്കൊരു കാര്യം അറിയോ? ഒരു മിമിക്രി എന്ന് പറയുന്നതേ എല്ലാവരും ശബ്ദം ശ്രദ്ധിക്കണം, ഡയലോഗ് പഠിക്കണം. ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അവരുടെ തെറി മുഴുവൻ കേൾക്കണം. എന്നിട്ട് ഒരു മിമിക്രിക്കാരൻ ഇവിടെ വന്ന് നിൽക്കണത്. അതുകൊണ്ട് മിമിക്രിക്കാരെ പുച്ഛിക്കരുത്. ഹൈ, നീ എന്തുകൊണ്ടാടാ പേടിക്കണേ? ഒരു 10 മിമിക്രിക്കാരെ എടുത്താൽ അതിനകത്ത് 9 പേരും നല്ല അവരവരുടെ മേഖലയിൽ കഴിവുള്ളവരാ. അതായത് ക്രിയേറ്റീവ് പീപ്പിൾസ്. അങ്ങനെയുള്ള നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടാ. മാത്രമല്ല, മലയാള സിനിമയുടെ പൾസറിഞ്ഞ സംവിധായകൻ വിനീത് ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ മത്സരിക്കണേ. നീ ധൈര്യമായിട്ടിരിക്കടാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ സിനിമകളും ഗാനങ്ങളും നിങ്ങൾ ഒരു കൈ നീട്ടി സ്വീകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റീഷന് നിങ്ങൾ ഒരു കൈ നീട്ടി സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നമ്മുടെ വിനായകൻ ചേട്ടനല്ലേ വരുന്നത്? ചേട്ടൻ എന്താണ് ഇവിടെ കാര്യം? അല്ലാണ്ട് ഞാൻ എങ്ങനെ പോകാനാണ്? ഇപ്പൊ തന്നെ ഓൾറെഡി സമയം വൈകി നോക്കിയിട്ട് പേടിച്ച് പരാക്രമം വാങ്ങി ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്ന ടീമുണ്ടല്ലോ, അവന്മാർ കിടിലൻ ടീമാണ്. പക്ഷേ ദശാവതാരത്തിൽ 10 ഫിഗർ ചെയ്ത് കമലാസൻ സാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. നമുക്ക് അപ്പടിക്കും അല്ലേ കമലാസൻ? വലിയ വായിൽ വർത്തമാനം പറഞ്ഞാൽ നിന്റെ കാലയിൽ പിടിച്ച് ഞാൻ ആ ഭിത്തിയിലടിക്കും. இந்த மாதிரி நேரத்தில் வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? ആരംഭിക്കലാங்களா? എന്നാൽ പിന്നെ മലയാള സിനിമയിൽ നിന്നും മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ താരങ്ങൾക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം ഞങ്ങളും ആശംസകൾ നേരുന്നു. ശരി, ഗുഡ് ബൈ. താങ്ക് യു.